കുട്ടികളോട് പറയുകയാണ്, ഈ ക്ലാസ്സിലുള്ള ഹിന്ദുക്കൾ എഴുന്നേറ്റ് നിൽക്കണം. ഹിന്ദുക്കൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി. കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നു. ആ ക്ലാസ്സിൽ അബ്ദുള്ള എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അബ്ദുള്ളക്ക് ആകെ കൺഫ്യൂഷനായി, ഞാനിപ്പോൾ എഴുന്നേൽക്കണോ എഴുന്നേൽക്കണ്ട. കാരണം അവന് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെയൊന്നും അവൻ അറിയില്ല. അവനെല്ലാവരും കുട്ടികളാണ്. അപ്പോൾ അബ്ദുള്ളയുടെ എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവുന്ന ഗോവിന്ദൻ എഴുന്നേറ്റപ്പോൾ അബ്ദുള്ള എഴുന്നേറ്റ് വന്നു. ഈ മാഷ് അബ്ദുള്ളയെ ഒന്ന് രൂക്ഷമായി നോക്കിയെന്ന് മാത്രമല്ല, അബ്ദുള്ളക്ക് ഒരു അടി കൊടുത്തു. അബ്ദുള്ള അവിടെ മെല്ലെ ഇരുന്നു, ഒരടിയും വാങ്ങി അവിടെ ഇരുന്നു. ഇത് കഴിഞ്ഞ് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ അധ്യാപകൻ പറഞ്ഞത്ര ക്രിസ്ത്യാനികൾ എഴുന്നേൽക്കുക. അപ്പം അന്നേരം നേരത്തെ എഴുന്നേറ്റ് നിന്നപ്പോൾ അടി കിട്ടിയതാണ്. പക്ഷെ എന്നാലും ഈ അബ്ദുള്ളയുടെ അടുത്ത സുഹൃത്താണ് ജോസഫ്, ഓൻ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. അപ്പോൾ ഓൻ എഴുന്നേറ്റ് നിന്ന് കണ്ടപ്പം അബ്ദുള്ളക്ക് തോന്നി ജോസഫ് നിന്നണല്ലോ, ചിലപ്പോൾ ഇതേക്കാരൻ ശരിയാണ്. അപ്പോൾ ഓൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ രണ്ടടി കിട്ടി. അങ്ങനെ മൂന്നാമതായിട്ട് അധ്യാപകൻ പറഞ്ഞു മുസ്ലിങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുക എന്ന്. അപ്പോൾ അന്നേരം അബ്ദുള്ള വിചാരിച്ചു, നേരത്തെ 2 പ്രാവശ്യം നിന്നപ്പോഴും തല്ല് കിട്ടിയാണ്, ഇനി നിൽക്കണ്ടാന്ന്. അപ്പോൾ അബ്ദുള്ള ഇരുന്നുകയും ചെയ്തു. അബ്ദുള്ളക്കപ്പം 3 അടി കിട്ടി. സുകുമാർ അഴീക്കോട് ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ആ കുട്ടിയുടെ മനസ്സിൽ, അബ്ദുള്ളയുടെ മനസ്സിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒന്നുമില്ല. അബ്ദുള്ളയുടെ മനസ്സിൽ എല്ലാവരും അവൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ്, അവൻ്റെ സഹപാഠികളാണ്, അവൻ്റെ കൂടപ്പറപ്പാണ്. പിന്നീട് അപ്പയോ വളർന്നു വരുന്ന നേരത്ത് ആ വളർച്ചയുടെ, അവൻ്റെ ഉയർച്ചയുടെ ഏതോ ഒരു ഇടനാഴികയിൽ അവനങ്ങനെ ഹിന്ദുവായി, മുസ്ലിമായി, ക്രിസ്ത്യനായി, പാവപ്പെട്ടവനായി, മുതലാളിയായി, ഉന്നത കുലജാതനായി, ഇന്ന സമുദായമായി, മറ്റൊരു വിഭാഗമായി, അങ്ങനെ 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 മുറിഞ്ഞു പോകുന്ന ഒരു കാലത്ത് നമുക്ക് നാട്ടുകാർ ഒരുമിച്ച് കൂടിയിരുന്ന് സ്നേഹത്തിൻ്റെ വർത്തമാനം പറയണം. പല കാരണങ്ങളെ കൊണ്ട് നമ്മൾ മതപരമായി, ജാതീയമായി, രാഷ്ട്രീയമായി, സാമുദായികമായി, കുടുംബപരമായി, പ്രദേശപരമായി, അക്കരയായി ഇക്കരയായി ഒക്കെ നമ്മൾ അകലമുള്ളവരാണ്, അല്ലെങ്കിൽ വ്യത്യസ്തതയുള്ളവരാണ്. ആ എല്ലാ വ്യത്യസ്തതകൾക്കിടയിൽ നിന്നുകൊണ്ട് ഒരുമിക്കാനാവുക എന്നതാണ് നമ്മുടെ രാജ്യം നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യത്തിലൂടെ ഭാരതം ഉയർത്തിപ്പിടിച്ച ദർശനം എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ നന്മ എന്നത് അവിടുത്തെ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർഷികാഘോഷത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്നേഹ സംഗമത്തെ വിളിച്ചു ചേർക്കുന്നത്. ഇത് ഈ വാർഷികം ബാക്കിയാക്കുന്ന ഏറ്റവും വലിയ സമ്പത്താണ്. ഈ സംഘം എന്ന് പറയുന്നത്, ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്, ഈ വിദ്യാലയത്തിൻ്റെ ഈ ഉദ്ഘാടന സമ്മേളനം എന്ന് പറയുന്നത് വരും വർഷക്കാലങ്ങൾക്ക്, വരും തലമുറക്ക്, നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഇനി പഠിക്കാനിരിക്കുന്നവർക്ക്, എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന, ഒരുമിച്ച് ആഹരിക്കുന്ന, ഒരുമിച്ച് വിഹരിക്കുന്ന, ഒരുമിച്ച് കളിക്കുന്ന, ഒരുമിച്ച് കുളിക്കുന്ന, ഒരുമിച്ച് ജീവിക്കുന്ന ഈ സൗഹൃദാന്തരീക്ഷം ഇവിടെ എത്ര കാലം നിലനിർത്താൻ നമുക്ക് പറ്റിയോ അത്രയും കാലം നമ്മൾ ഉള്ളിൽ സ്നേഹമുള്ളവരാണ്, നന്മയുള്ളവരാണ്. ആ നന്മയുടെ സന്ദേശമാണ് ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ സന്ദേശം. ആ ഒരുമയുടെ സന്ദേശമാണ്, ആ ഒരുമയുടെ പ്രതിജ്ഞയും പ്രഖ്യാപനവുമാണ് ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അകക്കാമ്പ് എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സിനെ കൂടുതൽ പാകപ്പെടുത്തിയെടുക്കാൻ ഈ സദസ്സിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ വന്നിട്ട് 13 വർഷമായി. നേരത്തെ ടീച്ചർ പറഞ്ഞതിൻ്റെ പകുതിയാണ്. ആ കഴിഞ്ഞ 13 വർഷമായി ഞാൻ അനുഭവിച്ച, 25 വർഷമായിട്ട് ടീച്ചർ അനുഭവിച്ച, ഇവിടെ പിറന്ന അന്ന് മുതൽ നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ച, ഇവിടത്തേക്ക് മംഗലം കഴിച്ച് വന്നത് മുതൽ നിങ്ങൾ അനുഭവിച്ച, ഇവിടുത്തെ സഹോദരിമാർ അനുഭവിച്ച ഈ നാട് നമുക്ക് ഇനി വരുന്ന തലമുറക്ക് കൂടി തിരിച്ചു കൊടുക്കണം, അവർക്ക് കൂടി നൽകാൻ സാധിക്കണം. ആ നന്മയുള്ള നാടിൻ്റെ വീണ്ടെടുപ്പിന് ഈ വിദ്യാലയം എല്ലാവരുടെയും ഒരു പൊതുസമ്പത്തായി എന്നും ഇവിടെ ഉണ്ടാവണം. അതിന് നമ്മുടെ മക്കൾ ഇവിടെ പഠിക്കണം, നമ്മുടെ മക്കൾ ഇവിടെയുമായി സഹവസിക്കണം, ഇവിടെ ചേരണം. ഈ നാടുമായി, ഈ മണ്ണുമായി, ഈ പൊടിയുമായി, ഈ കെട്ടിടങ്ങളുമായി, ഈ പരിസ്ഥിതിയുമായി, ഈ പരിസരവുമായി അവർ ഇണങ്ങിച്ചേരണം. അതിന് ഈ നാട്ടുകാരെന്ന നിലയിൽ നമ്മളൊക്കെ ഒരുമിച്ചിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ നാടിൻ്റെ സ്നേഹം, ഈ നാടിൻ്റെ നന്മ, ഈ നാടിൻ്റെ ഒരുമ സർവേശ്വരൻ
എന്നും എപ്പോഴും നമുക്ക് നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. അധ്യക്ഷന് വേണ്ടി സൗഹൃദ സംസാരങ്ങളാണ്. നമ്മുടെ സപ്ലിമെൻ്റ് പ്രകാശനം നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കുക. നമ്മൾ ഇന്ന് ചെയ്യണമെന്നാണ് കരുതിയിരുന്നത്. MLA വരുന്ന വേദിയിൽ നമുക്കത് പ്രകാശനം 1000 കോപ്പി നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിറഞ്ഞ സദസ്സിൽ നമുക്കത് പ്രകാശനം ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. സൗഹൃദ സംസാരങ്ങളാണ് നടക്കാനിരിക്കുന്നത്. ചുരുങ്ങിയ വാക്കുകളാണെങ്കിൽ പോലും എല്ലാവരും 2 വാക്കെങ്കിൽ പറയണമെന്ന സ്നേഹത്തോടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അസ്കർ മാസ്റ്ററെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.